സ്വർഗപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കേൾവിക്കാരായിട്ടല്ല, മറിച്ച് ഞങ്ങളത് അനുസരിക്കുന്നവരായി മാറുവാൻ സ്വർഗം ഇടയാക്കി സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ രോഗികളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനസൃശ്യങ്ങളിൽ പ്രത്യേകമായ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണം. തൻ്റെ മകൻ ഈ പുൾപിറ്റിൽ വീണ്ടും വന്ന് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവം ഇടയാക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായി അത് ഏറ്റെടുക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണ്ടാൽ ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ആ സൗഖ്യം ഓരോ രോഗികളുടെ മേലും ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണം സ്വർഗീയപിതാവേ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, അനേകം വചനങ്ങൾ, അനേകം പ്രസംഗങ്ങൾ ഇപ്പോൾ ഇഷ്ടം പോലെ അവൈലബിളാണ്. ഒരുപാട് കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾവിക്കാരായിട്ട് അല്ലാതെ, മറിച്ച് അത് അനുസരിക്കുന്ന ജീവിതത്തിലത് അനുസരിക്കുന്നവരായി മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഡ്രൈവിങ് പഠിച്ച സമയത്ത് എൻ്റെ ഫാദറുമായിട്ട് ഞാൻ ഒരിക്കൽ തിരുവല്ലയിലെ ഓഫീസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വിറച്ചൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാദർ ഇതിൻ്റെ തിയറികൾ കംപ്ലീറ്റ് പറഞ്ഞു തരും. എല്ലാ മെക്കാനിക്സും അറിയാം. ഫാദർ എഞ്ചിനീയറായിരുന്നു. അപ്പോൾ ഇതിന് ഇടയ്ക്ക് വെച്ച് ഒരു ബൈക്കുകാരൻ ഓവർടേക്ക് ചെയ്ത് വന്ന് എനിക്ക് പേടിച്ച് ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ഓഫായിപ്പോയി. അപ്പം ഞാൻ പേടിച്ച് ഫാദറിനോട് പറഞ്ഞു, അച്ഛൻ എന്നാൽ ഇനി അച്ഛൻ ഓടിക്കുക, അവിടം വരെയല്ലേ ഉള്ളൂ ഓടിക്കാൻ പറഞ്ഞു. അപ്പോഴതിനോട് ഫാദർ പറഞ്ഞ്, എടാ എനിക്കിത് ഓടിക്കാൻ അറിയത്തില്ല, ഇതിൻ്റെ തിയറിയെ അറിയത്തുള്ളെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊടുവിൽ കാറോട് ഇട്ടേച്ച് ഓട്ടോ പിടിച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളിതുപോലെ ഇതിൻ്റെ എല്ലാ മെക്കാനിസവും വണ്ടി എങ്ങനെയാണ് ഓടുന്നതിൻ്റെ സർവ്വതും പഠിച്ചെൻ്റെ ഫാദർ വെച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഫാദറിന് ഓടിക്കാൻ അറിയത്തില്ല, ഇത് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ എന്നുള്ളത്. എനിവേ, അതുപോലെ നമ്മൾ ആയി മാറരുത്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നടപ്പാക്കുവാൻ, അനുസരിക്കുവാൻ കർത്താവ് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അനുസരണം, ഒബീഡിയൻസ്. കർത്താവിൻ്റെ സന്നിധിയിൽ കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ഇപ്പോൾ കേട്ട് അതൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനിയും കേൾക്കുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബൈബിളിൽ ഇങ്ങനെ എല്ലാം നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ഏതാണ്ട് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇനി ഇത് അനുസരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി. നമുക്കൊരു വചനത്തിലേക്ക് കടക്കാം. എബ്രായർ 11:21. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ തൻ്റെ മകനായ ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് വചനം പറയുന്നത്. ഈ യാക്കോബ്, നമുക്കറിയാം, യാക്കോബിൻ്റെ ചരിത്രം മുഴുവൻ നിങ്ങൾക്കറിയാമെന്നാണ്. അവസാന കാലഘട്ടത്തിൽ യാക്കോബ് എന്ന് പറയുന്നത് ദൈവത്തെ ലോകത്ത് പ്രതിനിധീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അപ്പോൾ യാക്കോബ് തൻ്റെ അവസാന കാലഘട്ടത്തിൽ തനിക്ക് പ്രായമായി, തനിക്ക് മുമ്പോട്ട് നീങ്ങുവാൻ ശക്തിയില്ലാതെ നിൽക്കുമ്പോൾ യാക്കോബ് ഒരു വടിയിൽ ഊന്നിയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വടിയിൽ ഊന്നി നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. യാക്കോബിൻ്റെ ചരിത്രം തുടക്കത്തിലൊന്നും വടി നമ്മൾ കാണുന്നില്ല. മോശയുടെ വടിയെപ്പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. മോശയുടെ വടിയിട്ടിനെ അനേകം അത്ഭുതങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ വടിയെപ്പറ്റി അത്രയും നാം കേട്ടിട്ടില്ല. ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. യാക്കോബിന് ഈ വടി ആയത് എവിടം മുതലാണെന്ന് നമുക്കറിയാം. യാബോക്ക് കടവിൽ മുതലാണ് യാക്കോബിന് ഈ വടി വന്നത്. യാക്കോബ് എന്ന് പറയുന്നത് രണ്ടാമനായിട്ട് ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ്.
റെബേക്കയ്ക്ക് ഈ യാക്കോബിനെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൻ്റെ കാരണം ദൈവം ഒരു വെളിപ്പെടുത്തലിൽ ദൈവം പറഞ്ഞു, ഇളയവൻ മൂത്തവനെ സേവിക്കും. ഇത് കണ്ട് റെബേക്ക നേരെ ഈ ഇളയ മകനായ യാക്കോബിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ യാക്കോബിന് ഇസഹാക്കിൻ്റെ അനുഗ്രഹം അവൻ ഏശാവിൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ കബളിപ്പിച്ചെടുത്ത് യാക്കോബിന് കൊടുത്ത്, അങ്ങനെ ഏശാവിനെ പേടിച്ച് ലാബാൻ്റെ ഭവനത്തിലേക്ക് റെബേക്ക ഈ യാക്കോബിനെ പറഞ്ഞു വിട്ട സ്റ്റോറി നമുക്കറിയാം. അവിടെ നിന്ന് അവൻ കുടുംബമൊക്കെ ആയിട്ട് അവസാനം തിരിച്ച് ഈ ഏശാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ മടങ്ങി വന്ന് യാക്കോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഉപായക്കാരനാണ് അവൻ്റെ അർത്ഥം തന്നെ. അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ അവൻ സ്വയാശ്രയക്കാരനായിരുന്നു. അവൻ്റെ ഏറ്റവും അവസാനത്തെ അടവാണ് ഓടിപ്പോവുക. ഏശവനെ പേടിച്ചും അവൻ ലാസ്റ്റിൽ ഓടി ഇവിടെ നിന്ന് ലാബാൻ്റെ അടുത്തേക്ക് പോയാണ് രക്ഷപ്പെട്ടത്. തിരികെ മടങ്ങി വന്ന് ഇവന് ഏശാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏശാവ് എങ്ങനെയാണ് തന്നോട് പ്രതികരിക്കുന്നത്, കാരണം ഏശാവിനെ പേടിച്ചു പോയതാണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നൊന്നും യാക്കോബിന് അറിയില്ല. അതുകൊണ്ട് അവൻ പല മാർഗങ്ങൾ സ്വീകരിച്ചു. തനിക്കുള്ള അനുയായികളെ മുഴുവൻ 2 ഡിവിഷനായിട്ട് തിരിച്ച് ആദ്യം അവരെ പറഞ്ഞു വിട്ടു. ഏശാവ് അവരെ മുഴുവൻ, പിന്നെയും ചിന്തിച്ചു, ഏശാവ് അവരെ മുഴുവൻ കൊന്നതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അവൻ്റെ എല്ലാ സംവിധാനങ്ങളും അവൻ ആദ്യം മുമ്പേ വിട്ടു. യാക്കോബ് ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം അവൻ അതും പേടിച്ചു. ഇവരെ എല്ലാവരെയും തകർത്തിട്ട് ഇവൻ ഇങ്ങ് യാബോക്ക് കടവിലേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോഴാണ് അവൻ അവസാനം അവൻ്റെ ഭാര്യമാരെയും മക്കളെയൊക്കെ ആദ്യം മുമ്പോട്ട് പറഞ്ഞു വിട്ടു. അവൻ യാക്കോബ് കൊല്ലുകയാണെങ്കിൽ അവരെയൊക്കെ കൊന്നിട്ട് വരട്ടെ, അന്നേരം അവൻ ഓടിയെങ്കിലും അവസാനം രക്ഷപ്പെടാം എന്നോർത്ത്. പക്ഷെ അവന് അവസാനം അതും വിട്ടതിന് ശേഷം ആണ് ആ കഥ നമുക്കറിയാം. യാക്കോബ് ആ തീരത്ത് യാബോക്ക് കടവിൽ ഒറ്റയ്ക്കായി നിൽക്കുകയാണ്. ഈ സമയമാണ് ദൈവം അവനോട് ഇടപെടുന്നത്. ദൈവത്തോട് കുറേ അവൻ വാശി പിടിച്ചു. അതിനുശേഷം അവസാനം ഇവനോട് ഇനിയും മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് കണ്ട് ദൈവം ഇവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ യാക്കോബ്. കാരണം ഇതുപോലൊരു പേര് ചോദ്യം നേരത്തെ കണ്ടതാണ്. ഇസഹാക്ക് ഇവനോടൊരു പേര് ചോദിച്ചു, നീ ആരാകുന്നു എന്ന്. തൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുവാനായിട്ട് അടുത്ത തലമുറയ്ക്ക്, കാരണം മൂത്ത മകനായ ഏശാവിനാണ് ബർത്ത് റൈറ്റ് ഉള്ളത് അനുഗ്രഹത്തിൻ്റെ. പക്ഷെ ദൈവം യാക്കോബിനെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ആ അനുഗ്രഹം കൊടുക്കുവാനായിട്ട് നീ എൻ്റെ മകനായ ഏശാവാണോ എന്ന് ഇസഹാക്ക് ചോദിച്ചു. ഇസഹാക്ക് ചോദിച്ചു, നീ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ യാക്കോബ് ഒരു കള്ളം പറഞ്ഞാണ് അവിടെ നിന്ന്, ഞാൻ നിൻ്റെ മകനായ ഏശാവെന്ന് പറഞ്ഞാണ് അനുഗ്രഹം നേടി അവിടെ നിന്ന് പോയത്. ഇതുപോലെ ഈ കാര്യത്തിൽ ദൈവത്തിനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? ഞാൻ യാക്കോബ്. അവിടെ വെച്ച് ദൈവം പറഞ്ഞു, നീ ഉപായക്കാരൻ അല്ലെങ്കിൽ സ്വയാശ്രയക്കാരനായ യാക്കോബ് എന്നല്ല നീ ഇനി അറിയപ്പെടുന്നത്, നിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നു. ഇസ്രായേലിന് ഒരുപാട് മീനിങ് ഉണ്ട്, നമുക്കറിയാം. ദൈവം വാദിക്കുന്നു എന്നൊരു മീനിങ് ഉണ്ട്. കാരണം ദൈവം അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനത, ദൈവം വാദിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഇസ്രായേലിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ എന്നുള്ള പേര് കൊടുത്തതിന് ശേഷം ദിവൻ വീണ്ടും അവിടെ നിന്ന് ഏശവനെ പേടിച്ച് ഓടിപ്പോകാതിരിക്കാൻ ദൈവം ഇവൻ്റെ കാലിൽ ഒരു തൊടുയിൽ തൊട്ടു. അങ്ങനെ ഇവൻ്റെ കാൽ അവിടെ വെച്ച് ഉളുക്കിപ്പോയി. അന്നു മുതൽ ഇവൻ ഈ വടിയിലാണ് ആശ്രയം. ഈ വടിയില്ലാതെ അവന് പിന്നെ മുമ്പോട്ട് പോകുവാൻ സാധിക്കാതെ വന്നു. ഈ വടിയിട്ടാണ് പിന്നീടുള്ള അവൻ്റെ ആ മിസ്രൈമിലെ യാത്ര വരെ എത്തിയത്. അവസാനം ഈ വടിയിൽ, അവസാന കാലഘട്ടത്തിൽ ഈ വടിയിൽ അവൻ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ജോസഫിൻ്റെ മക്കളായ മനശ്ശെയും എഫ്രൈമിനെയും അവൻ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബിൻ്റെ ഈ വടി യഥാർത്ഥത്തിൽ യാക്കോബ് തിരിഞ്ഞു നോക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവവുമായിട്ടുള്ള യാക്കോബിൻ്റെ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വടിയായിട്ടത് മാറി. യാക്കോബിന് ജീവിതത്തിൽ ഒരിക്കലും ആ ഉളുക്ക് ശരിയാക്കി ദൈവം കൊടുത്തില്ല.
അവസാന കാലഘട്ടം വരെ ഈ ഉളുക്കുമായിട്ട് ഈ വടിയിലാണ് യാക്കോബ് നടന്നത്. പക്ഷേ എൻ്റെ വിശ്വാസം യാക്കോബ് ഈ ഉളുക്കിനെ, ഈ വടിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയനെ, വീണ്ടും ഇങ്ങനൊരു കാര്യം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് താൻ വീണ്ടും ഓടി പോകുമായിരുന്നു എന്നൊരു അവസ്ഥ വന്നേനെ. അപ്പോൾ നിൻ്റെ പേര് ഇന്നു മുതൽ ഇസ്രായേൽ എന്ന് ദൈവം പറയുമ്പോൾ ഈ ഇസ്രായേൽ എന്ന ആ പേരിൻ്റെ അർത്ഥം വലുതാണ്. നമുക്കറിയാം, ഇന്ന് ചില ബുദ്ധി ഉള്ള ആൾക്കാർ ഈ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ കോപം ചൊലിക്കാറുണ്ട്. ടി വിയിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. റോമൻസ് 11:25, 26, 27 വാക്യങ്ങളൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാം ഇത് കേട്ടല്ലോ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് പറയുന്നത്. കാരണം ഇസ്രായേലിന് ഒരു രക്ഷ ഉണ്ട്. ഇസ്രായേലിനെ ദൈവം ഇപ്പോൾ അവരുടെ കണ്ണ് ഇന്ന് ദൈവം അടച്ചു വെച്ചിരിക്കുകയാണ്. അത് ദൈവം അടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ചില ആളുകൾ ചോദിക്കാം, ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ ഇന്ന് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പം ശരിയാണ്, അവരിത് അംഗീകരിക്കുന്നില്ല. ദൈവം അവരുടെ ആ ഫാക്കൽറ്റിയെ അടച്ചെന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് എന്നേക്കുമുള്ള ഇന്ന് ജാതികൾക്ക് മുഴുവനുള്ള ഗ്രേസ് പീരീഡാണ് ദൈവം തന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സിയോനിൽ നിന്നാണ് വിടുവിക്കുന്നവൻ വരാനിരിക്കുന്നത്. അതായത് യഹൂദനിൽ നിന്നാണ് വിടുവിക്കുന്നവൻ വന്നത്. 2025 വർഷങ്ങൾക്ക് മുമ്പും യഹൂദനിൽ നിന്ന് തന്നെയായിരുന്നു യേശു കർത്താവ് വന്നത്. വീണ്ടും യേശു കർത്താവ് നമുക്കറിയാം ഒലിവ് മലയിലേക്കാണ് തൻ്റെ മണവാട്ടി സഭയുമൊത്ത് ഈ യേശു കർത്താവ് വീണ്ടും വരാനിരിക്കുന്നത്. ഒലിവുമല നമ്മുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഒലിവുമല ഇസ്രായേലിലെ, ലോകത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഇസ്രായേലിലെ ജെറുസലേം ദേവാലയത്തിൻ്റെ ഫേസ് ചെയ്തിരിക്കുന്ന മലയാണ്. അന്ന് ആ ഒലിവുമലയിൽ ഈ ദൈവം നമ്മുടെ യേശു കർത്താവ് മണവാട്ടി സഭയുമൊത്ത് കാലുകുത്തുമ്പോൾ ഈ ഒലിവുമല പിളർന്ന് ഒരു രാജവീതി ജെറുസലേം ദേവാലയത്തിലേക്ക് തന്നെ ഉണ്ടാകും. ഈ രാജവീതിയിലൂടെയാണ് രാജാവും നമ്മുടെ രാജ്ഞിമാരായ നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് ആ ജെറുസലേം തലസ്ഥാനമാക്കി വീണ്ടും 1000 വർഷം ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ദൈവം ഒരു പ്രോമിസ് തന്നിരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണിത്. കാരണം ഏദനിൽ വെച്ച് ആദമിനും അവയും നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവത്തോടുള്ള വാസം നമുക്ക് വീണ്ടും തരുവാൻ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന കാര്യമാണിത്. അതിന് കർത്താവ് ഒരു കാര്യം മാത്രമേ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ഈ കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാവുന്ന അതിനുള്ള എല്ലാ പ്രോഫസികളും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ നമുക്കറിയാം, ഇന്ന് ചെങ്കടൽ പിളർന്ന് അന്ന് മോസസ് ഈ ഫറവോയുടെ അനുയായികളെയും അല്ലെങ്കിൽ അവരെയൊക്കെ നശിപ്പിച്ചതുപോലെ ഇനിയും ഇതുപോലെ ചെങ്കടൽ വലിയൊരു ദുരന്തം വരാൻ പോവുകയാണ്. കാരണം ഇന്ന് ഈ യാക്കോബിൻ്റെ പേര് മാറിയ ഇസ്രായേലിലും ഇന്ന് സ്വയാശ്രയത്തിലാണ് ആശ്രയിക്കുന്നത്. കാരണം അവരുടെ ടെക്നോളജിയിലാണ് ഇന്ന് അവർ വിശ്വസിക്കുന്നത്. അവരുടെ ടെക്നോളജിയിൽ ഇന്ന് ലോകത്ത് ഒരു ആളിലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയുടെ 60% സയൻറ്റിസ്റ്റുകൾ ഇന്ന് യഹൂദന്മാരാണ്. അപ്പോൾ ഈ
ഇവരുടെ ഈ ടെക്നോളജിയിൽ, അവരുടെ സ്വന്തം ആശ്രയത്തിൽ അവരിന്ന് ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുക്കാറാകുന്നു. ഈ സമയം സർവ്വജനതയും സർവ്വരാജ്യങ്ങളും ഈ ഇസ്രായേലിന് എതിരായി വരാൻ പോകുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. അന്ന് ചെങ്കടലിൽ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന എല്ലാ പടക്കപ്പലുകളും അതുപോലെ ശത്രുക്കളെ മുഴുവൻ ഈ ചെങ്കടലിൽ ഒരു സുനാമി വരുത്തി അന്ന് ദൈവം അവർക്ക് വേണ്ടി ഒരു യുദ്ധം നടത്താൻ പോവുകയാണ്. ഈ അന്ന് ദൈവം ഇറങ്ങി വന്ന്, കാരണം എല്ലാവരും കൈവിടുമ്പോൾ ഇവർ മാത്യുവിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അന്നവർ തിരിച്ചറിയും തങ്ങൾ യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടത് ഈ നസ്രയനായ ദൈവപുത്രനായ യേശുവിനെ ആയിരുന്നുവെന്ന്. ആ സത്യം അവർ തിരിച്ചറിയും. അന്ന് തിരിച്ചറിയുമ്പോൾ അവർ വീണ്ടും ഈ യേശുവിലേക്ക്, അതാണ് ഈ റോമർ പറയുന്നത്. കാരണം ഈ യഹൂദന് എല്ലാ യഹൂദനും അന്ന് രക്ഷിക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പോൾ ബുദ്ധി ഉണ്ടെന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഇത് മനസ്സിലാകാതെ പോകരുതെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത്, കരയിൽ വീണ്ടും വലിയ യുദ്ധം വരും. കാരണം മുകളിലോട്ട് നോക്കുന്ന എല്ലാവരും ഇസ്രായേലിനെതിരെ തിരിഞ്ഞു കഴിയുമ്പോൾ സിയോൻ ആ മൗണ്ടൻ വലിയൊരു ഭൂമികുലുക്കമുണ്ടായി മുഴുവൻ ഇടിഞ്ഞ് കംപ്ലീറ്റ് അവരുടെ ശത്രുക്കളുടെ മേൽ വീണ് അവർ നശിക്കുവാനിടയാകും. ഇങ്ങനെയാണ് ദൈവം ഇസ്രായേലിനെ അവസാനം രക്ഷിക്കുവാൻ, അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോൾ രക്ഷിക്കുവാനുള്ള അവസരം വരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന യാക്കോബിന് ദൈവം പേര് മാറ്റിക്കൊടുത്ത ഈ ഇസ്രായേൽ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഇസ്രായേൽ ഇന്ന് സ്വയാശ്രയത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ അവർ ദൈവാശ്രയത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം സംജാതമാകുവാനായിട്ട് പോവുകയാണ്. അതിനുള്ള എല്ലാ സാഹചര്യവും അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, അവസാനം ഈ യാബോക്ക് കടവിൽ വെച്ച് ഈ ഊന്നുവടിയിലായ ഈ യാക്കോബ് വീണ്ടും തൻ്റെ യാത്ര തുടർന്നു. താൻ ഒട്ടനേകം കഷ്ടതകൾ ജീവിതത്തിൽ പിന്നീട് സഹിച്ചു. കാരണം അനേകം തൻ്റെ മകൻ ജോസഫിനെ നമുക്കറിയാം കഥ, അവർ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. അവിടെ അവൻ അവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് അവസാനം മാറി. അവസാനം ജോസഫ് ഇവരെ തിരിച്ചറിയുകയും തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിയുകയും ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകൾ മടങ്ങി ഈ മിസ്രൈമിലേക്ക് വരുന്ന ആ കാഴ്ചയൊക്കെ നമുക്കറിയാം. അവസാനം അവരൊക്കെ കണ്ടുമുട്ടി ലാസ്റ്റിൽ കണ്ട ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ ജോസഫിൻ്റെ മക്കളെ ഈ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ യാക്കോബ് ഈ ഊന്നുവടിയിൽ ഊന്നിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ച. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ, നമ്മുടെ ജീവിതത്തിലും അനേകം ഉളുക്കുകൾ, അനേകം പ്രയാസങ്ങൾ, അനേകം പ്രതിസന്ധികൾ, അനേകം രോഗങ്ങൾ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ ഇതുപോലെ ഒരു ഊന്നുവടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, ദ നെയിം അബവ് ഓൾ നെയിംസ്. ഈ ജീസസ് ക്രൈസ്റ്റ്, ഈ യേശു കർത്താവെന്ന ഈ യേശു എന്ന ഈ വടിയിൽ നിങ്ങളുടെ ഭാരങ്ങൾ ചാർത്തിക്കൊള്ളുക. നിങ്ങൾ ആ വടിയിൽ ഊന്നി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും സംഭവിച്ചോട്ടെ, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത്. യാക്കോബ് തൻ്റെ ഉളുക്ക് മാറണമെന്ന് പ്രാർത്ഥിച്ചില്ല. മാറിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ലാസ്റ്റ് അവസാനം വരെ ഈ വടിയിലാണ് നടന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറാത്ത ചില പ്രതിസന്ധികൾ തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്, ചില രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ രോഗത്തിൽ നിൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി, യേശു എന്ന ഇമ്മീഡിയറ്റ് റിയാലിറ്റി നിനക്ക് ഊന്നുവടിയായി ആശ്രയിക്കുവാൻ, ചാരുവാൻ നീ ഉണ്ടെങ്കിൽ, നീ അവനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇനി ആ രോഗമല്ലെങ്കിൽ ആ പ്രതിസന്ധി മാറിയില്ല എങ്കിൽ പോലും ആ പ്രതിസന്ധിയിലൂടെ തരണം ചെയ്യുവാൻ, അത് കടക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും ദൈവം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വലിയ കാരണം, ദൈവം നമ്മെ തീർച്ചയായിട്ടും ഒരു ഊന്നുവടിയിൽ കുറേ നടക്കുമ്പോൾ, യേശുവിൽ ചാരി നാം കുറേ നടക്കുമ്പോൾ, ചിലപ്പോൾ നാം പോലും അറിയാതെ സ്വയമേ ഈ പ്രതിസന്ധി നമ്മളിൽ നിന്ന് മാറിപ്പോവും. ചിലപ്പോൾ നമ്മളത് അറിയത്തില്ല. നമ്മൾ ചിലപ്പം പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴായിരിക്കുകയില്ല ഇത് മാറിപ്പോകുന്നത്.
ചിലപ്പോൾ നാളുകളെടുത്ത് ഈ വടിയിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോലും അയ്യോ എവിടെ പോയി ആ പ്രതിസന്ധി എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തും. അപ്പോൾ ആ പ്രതിസന്ധിയിലൊക്കെ നാം വരുമ്പോൾ എല്ലാവർക്കും ആ പ്രതിസന്ധിയുണ്ട്. ഇന്ന് പ്രതിസന്ധികളൊന്നുമില്ല, എല്ലാം റെഡിയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പക്ഷെ അതിനെ ആശ്രയിക്കുവാൻ, അതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഒരിക്കലേ ഒരു മകൻ, ഒരു 12 വയസ്സുള്ള മകന് ഒരു ലേക്കിൽ അവനിങ്ങനെ ലേക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവനെ ഈ നെയ്യാർ ഡാം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ക്രൊക്കഡൈലുണ്ടായിരുന്നു. ഒരു ക്രൊക്കഡൈൽ ഇവൻ്റെ കാലെ കയറി പിടിച്ചു. ക്രൊക്കഡൈൽ ഇങ്ങനെ പിടിച്ച് ഇവനെ താഴ്ത്തി വലിച്ചു കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഉറക്ക നിലവിളിച്ചു, പപ്പാന്ന് ഉറക്ക നിലവിളിച്ചു. അപ്പോൾ ദൂരത്ത് നിന്ന് ഇവൻ്റെ പപ്പ ഇവൻ്റെ നിലവിളി കേട്ടു. ഈ പപ്പ ഓടി വന്ന് ഇവൻ്റെ കയ്യെ കയറി പിടിച്ചു. ക്രൊക്കഡൈൽ കാലെ പിടിച്ചു വലിക്കുന്നു, പപ്പ കയ്യെ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ഇവനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവനെ വലിച്ച് കരയ്ക്ക് കയറ്റി ഇവൻ രക്ഷപ്പെട്ടു. ഒടുവിൽ അവൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം അവൻ്റെ ദേഹത്തൊക്കെ പപ്പ ഈ വലിച്ച് ഇറക്കിയതിൻ്റെ ആ വേദനയാണ്. അപ്പോൾ അവനിങ്ങനെ വേദനിച്ച് ഇരിക്കുമ്പോൾ പപ്പ വന്ന് ഇവനോട് ചോദിച്ചു, മോനെ നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, പപ്പ എനിക്ക് വേദനിക്കുന്നുണ്ട്, സത്യമാണ്, പക്ഷേ ഇതൊരു സുഖമുള്ള വേദനയാണ്. കാരണം എന്നെ രക്ഷിക്കുവാൻ ഞാനൊരു വലിയ അപകടത്തിൽ ചെന്ന് ചാടി ഞാൻ ഇല്ലാതാകുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുവാൻ എൻ്റെ പപ്പ എനിക്ക് തന്ന ഈ വേദനയാണ്. അതെനിക്ക് സുഖമുള്ള ഒരു വേദനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ പ്രയാസങ്ങളിലുമൊക്കെ ഇതുപോലെ കർത്താവ് നമുക്ക് യേശുവെന്ന ആശ്രയിക്കുവാനുള്ള വടി നമുക്ക് തരുമ്പോൾ നാം പൂർണ്ണമായി ആ യേശുവിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും യേശു കർത്താവ് നമ്മെ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ സുഖമുള്ള വേദനയായിട്ട് നമുക്ക് മാറിത്തീരുവാൻ. അതുകൊണ്ട് ചില സമയത്ത് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ അനുഗ്രഹമായി മാറുന്ന സാഹചര്യമുണ്ട്. കാരണം ദൈവത്തോടുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എന്നാലേ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ചർച്ചിലായതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നത്. വേറെ എവിടെയെങ്കിലും ചെന്ന് കഷ്ടതകൾക്ക് അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ നേരെ പോകത്തില്ല പ്രിയമുള്ളവരെ. കാരണം സത്യം അതാണ്, ലോകത്ത് അതാണ് ഫാക്റ്റ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു വടി തന്നിട്ടുണ്ട്. യാക്കോബിന് അന്ത്യത്തോളം ചാരുവാൻ ദൈവം ഒരു വടി കൊടുത്തെങ്കിൽ ആ വടി പോലെ ഇന്ന് ദൈവം നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന യേശു എന്ന ആ വടിയിൽ ചാരിക്കൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാൻ ഇനി അധികം നാൾ മുമ്പോട്ട് പോകേണ്ടതില്ല. കാരണം കർത്താവിൻ്റെ വരവ് അടുക്കാറായി. അതുകൊണ്ട് നമുക്ക് ആ വടിയിൽ ചാരി മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.